ജീവശാസ്ത്ര സാങ്കേതിക മേഖലകൾ ഈ ആധുനിക ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന സാധ്യതകൾ എണ്ണമറ്റതാണ്. ജീവൻ, ആരോഗ്യം തുടങ്ങിയ രംഗങ്ങളിൽ ഒട്ടേറെ ഗവേഷണങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ശാസ്ത്രജ്ഞരുടെ തിരിച്ചറിവുകളെ ലോകം വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. വൈദ്യശാസ്ത്രത്തിനു മുന്നിലുള്ള സാധ്യതകൾക്കൊപ്പം ജീവന്റെ മഹത്വത്തെയും സങ്കീർണതകളെയും കുറിച്ചുള്ള വിലയേറിയ തിരിച്ചറിവുകളും ആധുനിക ശാസ്ത്രം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അത്തരം അറിവുകൾ വലിയ ഉൾക്കാഴ്ചകളിലേക്കും ആഴമേറിയ ജീവിത വീക്ഷണത്തിലേക്കും അനേകരെ ആനയിക്കുന്നു. ജൈവ സാങ്കേതിക വിദ്യകളുടെ ലോകം വളരെ വിശാലമാണ്. പ്രകൃതിയിലെ ജീവന്റെയും ജൈവ വ്യവസ്ഥിതികളുടേതുമായ എണ്ണമറ്റ മേഖലകളിൽ ജീവശാസ്ത്രം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും സങ്കീർണമായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള അതിസങ്കീർണമായ ജീവവർഗങ്ങളിലെ ഗവേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളുമാണ്. ഇത്തരത്തിൽ ജനിതക സാങ്കേതിക രംഗത്ത് മുതലുള്ള സൂക്ഷ്മമായ ഇടപെടലുകളെ വൈദ്യശാസ്ത്രവും ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ഈ നൂറ്റാണ്ടിലെ ജൈവ സാങ്കേതിക മേഖലയുടെ മികച്ച സംഭാവനകളിൽ ഒന്നുമായ ഒരു മേഖലയാണ് സ്റ്റെം സെൽ റിസർച്ച് അഥവാ മൂലകോശ ഗവേഷണങ്ങൾ. ആധുനിക ചികിത്സാരംഗം ഇത്രയേറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന മറ്റൊരു ഗവേഷണ മേഖലയില്ല എന്ന് തന്നെ പറയാം. ഈ രംഗത്ത് ഇന്ന് ജീവശാസ്ത്രം ലക്ഷ്യം വയ്ക്കുന്ന നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കാനായാൽ അത് മുമ്പൊരിക്കലും ലോകം കാണാത്ത വലിയൊരു വിപ്ലവത്തിന് നാന്ദി കുറിക്കും എന്ന് നിശ്ചയം. സ്റ്റെം സെൽ റിസർച്ച് നിർണായകമായ വഴിത്തിരിവുകളിലേക്ക് എത്തിയിട്ട് ഏറെ കാലമായില്ലെങ്കിലും ഇതിനകം തന്നെ ചികിത്സാ മേഖലകളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജനശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞ സ്റ്റെം സെൽ റിസർച്ച് രംഗത്തെ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും നാം ഇവിടെ വിചിന്തന വിഷയമാക്കുന്നു. ക്ലോണിംഗ് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, നമ്മുടെ ഓരോ കോശത്തിലും ഒരു മനുഷ്യജീവി പൂർണ്ണമായും സന്നിഹിതമാണ്. എന്നിലെ 300 കോടി കോശങ്ങളിൽ നിന്നും ഒരു സമ്പൂർണ്ണ മനുഷ്യനെ തന്നെ, എന്നെ തന്നെ ജനിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഈ കോശങ്ങളിലെ ജീനുകളെ ഓരോന്നിനെയും വളരെ ഭംഗിയായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവയ്ക്കെല്ലാം വളരെ പ്രത്യേകമായ ജോലി ക്രമീകരിച്ച് കൊടുത്തിരിക്കുകയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതിനെയാണ് സെൽ സ്പെഷ്യലൈസേഷൻ, സെൽ ഡിഫറൻഷിയേഷൻ എന്നൊക്കെ ജനിതകം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പ്രകൃതി ഇവയെ അത്ഭുതകരമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും കോശങ്ങളിലെ ജീനുകളെ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടാത്ത ചില കോശങ്ങൾ ശരീരത്തിൽ ഇപ്പോഴുമുണ്ട്. ഏതാണ്ട് പൂർണ്ണമായ കോശശേഷി മുഴുവൻ നിലനിർത്തുന്നവ അല്ലെങ്കിൽ ഭാഗികമായിട്ട് നിലനിർത്തുന്നവ, അത്തരം കോശങ്ങളെയാണ് നമ്മൾ മൂലകോശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിലെ ബ്രെയിനിൽ, അസ്ഥിയിലെ മജ്ജയിൽ, രക്തകോശങ്ങളിൽ ഒക്കെ ഇത്തരം മൂലകോശങ്ങളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇവയ്ക്ക് ചികിത്സാ രംഗത്ത് വളരെ മൗലികമായ വിപ്ലവം തന്നെ കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലായി ഇന്ന് ജീൻ തെറപ്പി എന്ന ശാസ്ത്രശാഖ തന്നെ വലിയ വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ ആമുഖം വെച്ചുകൊണ്ട് നമ്മൾ മൂലകോശ ഗവേഷണങ്ങളുടെ ശാസ്ത്രീയവും ധാർമ്മികവും ദൈവശാസ്ത്രവുമായ ഒരു ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവരൂപങ്ങളുടെ ശരീരത്തിൽ നിർണായക സ്ഥാനമുള്ള കോശങ്ങളാണ് മൂലകോശങ്ങൾ അഥവാ
സ്റ്റെം സെല്ലുകൾ മറ്റ് വിവിധ ഇനം കോശങ്ങളായി മാറാനുള്ള കഴിവാണ് അവയെ വ്യത്യസ്തമാക്കുന്നത്. ശരീരത്തിൽ കാണപ്പെടുന്നവയുടെ സ്വഭാവവും പ്രത്യേകതകളും അനുസരിച്ച് സ്റ്റെം സെല്ലുകൾ വിവിധ ഇനങ്ങളുണ്ട്. അവയുടെ സവിശേഷതകളും പ്രാധാന്യവും അനുസരിച്ചാണ് ജൈവസാങ്കേതിക ശാസ്ത്രരംഗം അവയ്ക്ക് പിന്നിലെ സാധ്യതകളെ സമീപിക്കുന്നത്. അത്തരം ചില സവിശേഷതകളാണ് അവയെ വൈദ്യശാസ്ത്ര രംഗത്തും ജൈവസാങ്കേതിക രംഗത്തും നിർണായകമാക്കി മാറ്റുന്നതും. സ്റ്റെം സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റെം സെൽ എന്ന് പറയുന്നത് നമ്മളൊരു സെല്ലിനെ നമ്മൾ എന്തുകൊണ്ട് സ്റ്റെം സെൽ എന്ന് വിളിക്കുന്നു? അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന് സെൽഫ് റിന്യൂവൽ, അതായത് അതിനെ തന്നെ വീണ്ടും ഉത്പാദിപ്പിക്കാനുള്ള ഒരു കഴിവ്. അതേപോലെ അത് പ്രോളിഫറേഷൻ, അത് നമുക്ക് കൾച്ചറിൽ അതിനെ വളർത്താൻ പറ്റണം. പിന്നെ അതിന് ഏത് സെല്ലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഈ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സെല്ലിനെ നമ്മൾ സ്റ്റെം സെൽ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടീസ് ഉള്ള സെൽസ് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് എവിടുന്ന് നമ്മൾ എടുക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ പേരും അതിൻ്റെ പൊട്ടൻസിയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെം സെൽസ് ഉണ്ട്. അതായത് എംബ്രിയോണിക് സ്റ്റെം സെൽസ്, ദെൻ ദർ ഇസ് അഡൽട്ട് സ്റ്റെം സെൽസ്, ഫീറ്റൽ സ്റ്റെം സെൽസ്, പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നത് IPS എന്ന് പറയും, ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്. സോ ഈ സ്റ്റെം സെൽസ് എല്ലാം അതിൻ്റെ പൊട്ടൻഷ്യലും ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ എത്തിക്കൽ ഇഷ്യൂസ് ആർ ഡിഫറെൻറ്റ്, ആൻഡ് ദ ആപ്ലിക്കേഷൻ പൊട്ടൻഷ്യൽസ് ആർ ഡിഫറെൻറ്റ്. സ്റ്റെം സെല്ലുകളെ അവയുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ പലതായി തരംതിരിച്ചിരിക്കുന്നു. ഏറ്റവും അധികം പൊട്ടൻസിയുള്ള സ്റ്റെം സെൽ ടോട്ടിപൊട്ടൻറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ശരീരത്തിലെ മറ്റേതൊരു കോശവുമായി മാറാനുള്ള സവിശേഷമായ കഴിവാണ് അവയ്ക്കുള്ളത്. സസ്യകോശങ്ങൾക്ക് സാധാരണമായുള്ള ഒരു സവിശേഷതയാണ് അത്. എന്നാൽ മനുഷ്യനുൾപ്പെടെയുള്ള ജീവവർഗങ്ങളിൽ ഈ സ്റ്റെം സെൽ കാണപ്പെടുന്നത് ഒരു ജീവൻ രൂപം കൊള്ളുന്ന ആദ്യഘട്ടത്തിൽ മാത്രമാണ്. വാട്ട് ഈസ് സ്റ്റെം സെൽ? എങ്ങനെയാണ് ഈ സ്റ്റെം സെല്ലിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ഒരു കുഞ്ഞ് ഉണ്ടാവുക അതെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പുരുഷ ബീജവും ഒരു അണ്ഡവും യോജിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ കോശത്തിന് നമ്മൾ പറയുന്ന പേരാണ് സൈഗോട്ട്. ഈ സൈഗോട്ടിക് സെല്ല് 4 മുതൽ 5 ദിവസം വരെയുള്ള സമയത്ത് അതിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് പറയുക. ബ്ലാസ്റ്റോസിസ്റ്റ് ഈ കോശത്തിന് മാത്രമാണ് കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, കാത്, അങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളും ഉണ്ടാവാനുള്ള കഴിവുള്ളൂ. ഈ കഴിവിനെയാണ് നമ്മൾ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ടോട്ടിപൊട്ടൻറ്റ്? ആക്ച്വലി ഒരു കോശത്തിന് മറ്റുള്ള അവയവങ്ങളായി മാറാനും മറ്റുള്ള ഓർഗൻസ് ഉണ്ടാവുന്നത് പോലെ പൂർണ്ണമായിട്ടൊരു വ്യക്തിയെ തന്നെ രൂപം പ്രാപിക്കാൻ കഴിവ് ഉണ്ടാകുക, അതിനെയാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടിപൊട്ടൻസി മീൻസ് the inherent capacity of a cell to develop into entire organism. That is a wonder actually. ടോട്ടിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആക്ച്വലി എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് ആണ്. സോ ദാറ്റ് ഈസ് എ ടോട്ടിപൊട്ടൻറ്റ്. അതിന് എന്ത് സെല്ലായിട്ടും അല്ലെങ്കിൽ ഒരു ഹോൾ ഓർഗാനിസമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ റിഡ്യൂസ് ചെയ്യുന്ന അതിനെ നമ്മൾ പ്ലൂറിപൊട്ടൻ്റ് എന്ന് പറയും. പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആർ ആക്ച്വലി എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഒരു പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെല്ലിൻ്റെ എക്സാമ്പിളാണ്. ആ എംബ്രിയോണിക് സ്റ്റെം സെല്ലിന് ആക്ച്വലി അതിന് 3 ഡിഫറെൻറ്റ് ജേം ലെയേഴ്സ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള എക്ടോഡോം, എൻഡോഡോം, മീസോഡോം, ആ 3 ജേം ലെയേഴ്സ് എന്നുള്ള എല്ലാ ടൈപ്പ് സെൽസിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. യൂഷ്വലി ഈ എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മളൊരു എംബ്രിയോയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എംബ്രിയോയുടെ അകത്തൊരു ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ അല്ലെങ്കിൽ ഒരു ബ്ലാസ്റ്റുല, അതിൻ്റെ അകത്ത് ഉള്ളൊരു ഇന്നർ സെൽ മാസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഓഫ് സെൽസിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റെം സെൽസ്. സോ അത് പ്ലൂറിപൊട്ടൻ്റ് ആണ്, പക്ഷേ അതിന് ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ അതിന് ഒരു എംബ്രിയോയെ ഡിസ്ട്രോയ് ചെയ്തിട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ. നൗ നമ്മുടെ ലീഗൽ ഇതനുസരിച്ച് വി ആക്ച്വലി കനോട്ട് ക്രിയേറ്റ് ഒരു എംബ്രിയോ, ഈ സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു എംബ്രിയോ എടുക്കാൻ പറ്റില്ല. വൈദ്യശാസ്ത്ര രംഗത്തെ ജൈവസാങ്കേതിക വിദ്യയുടെ ഇടപെടലുകളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് മൾട്ടിപൊട്ടൻറ്റ് സ്റ്റെം സെല്ലുകളുടെ ഉപയോഗമാണ്. അഡൽട്ട് സ്റ്റെം സെല്ലുകളാണ് മൾട്ടിപൊട്ടൻറ്റ് വിഭാഗത്തിൽ പെടുന്നവ. അതായത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മൂലകോശങ്ങൾ. ക്യാൻസർ ചികിത്സയിലും നേത്ര ചികിത്സയിലും തുടങ്ങി ഏറെ മേഖലകളിൽ ഇത്തരത്തിൽ നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ട്രാൻസ്ലേഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൽസ് വിച്ച് ഇസ് ദ മൾട്ടിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്. മൾട്ടിപൊട്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ
അഡൽട്ട് സ്റ്റെം സെൽസ് ഈസ് വൺ എക്സാമ്പിൾ മൾട്ടിപോട്ടൻറ്റ് സ്റ്റെം സെൽസ്. അത് നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഓർഗൻസ് ടിഷ്യൂസിലും നമുക്ക് സ്റ്റെം സെൽസ് ഉണ്ട്. അതായത് ഈ സ്റ്റെം സെൽസ് നമ്മുടെ എല്ലാ ടിഷ്യൂ നമ്മൾ ത്രൂ ഔട്ട് അഡൾട്ടിൽ ഒരു ബോഡിയിൽ റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോൺ മാരോ, ബ്ലഡ് സെൽസ് ഉണ്ടാകുന്ന ബോൺ മാരോ എന്ന്, ബോൺ മാരോയുടെ അകത്തും യു ഹാവ് അഡൽട്ട് ഹിമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ്. അതേപോലെ നമ്മുടെ ഡെൻറ്റൽ പല്ലിൻ്റെ അകത്തുള്ള ഡെൻറ്റൽ പൾപ്പ്, ഈവൻ സ്കിൻ ഹാസ്, നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനകത്ത് സ്റ്റെം സെൽസ് ഉണ്ട്. ദീസ് ആർ ഓൾ അഡൽട്ട് സ്റ്റെം സെൽസ്. ആൻഡ് ഇതിന് ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് വരുന്നില്ല. ബിക്കോസ് നമ്മൾ ഒരു അഡൽട്ടിൽ നിന്ന് നമ്മൾ ആ ആളുടെ കൺസേൺ വെച്ചിട്ട് യു ക്യാൻ ടേക്ക് ഔട്ട് ദിസ് സെൽസ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ, അത് വെളിയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് യൂസ് ഇറ്റ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ ടു ദ സെയിം പേഷ്യൻറ്റ്. പിന്നെ വിപ്ലവകരമായ ഒരു മാറ്റം സംഭവിച്ചത് ഇതിലാണെങ്കിൽ ഒരു ട്രമൻഡസ് ചേഞ്ച് ഉണ്ടായത് ക്യാൻസർ തെറാപ്പിയിലാണ്. ഇന്നും ക്യാൻസർ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം സ്റ്റെം തെറാപ്പിയാണ്. അതിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, അത് സ്റ്റെം തെറാപ്പിയാണ്. സോ ആ പ്രോപ്പർട്ടി അനുസരിച്ച് ലിംഫോമ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ വന്ന രോഗികൾക്ക് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് സ്റ്റെം തെറാപ്പി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. വൺ ഓഫ് ദ ഹോസ്പിറ്റൽസ് കോൾഡ് LV പ്രസാദ് ഐ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ അവർ ചെയ്യുന്നത് ഈ ബേൺസ്, ഐയിൽ ബേൺസ് വരും, ഈ ചുണ്ണാമ്പ് കൊണ്ടുള്ള ബേൺസ്, ലൈം ബേൺസ്, അതിന് കോണിയ ഒപ്പേക്കാവും. അപ്പോൾ അവർ ചെയ്യുന്നത് നമ്മുടെ നോർമൽ കോണിയയുടെ സൈഡിൽ നിന്ന് കുറച്ച് ലിംബൽ സ്റ്റെം സെൽസ് എടുത്ത് കൾച്ചറിലൊരു ഷീറ്റ്, കോണിയൽ ഷീറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആർട്ടിഫിഷ്യലി കോണിയ റീബിൽഡ് ചെയ്യാൻ പറ്റും. സോ അതൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് നമുക്ക് അഡൽട്ട് സ്റ്റെം സെൽസ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റെം സെൽ സംബന്ധമായ ഗവേഷണങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉടനീളവും നേരിട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കൂടുതൽ പ്രവർത്തനശേഷിയുള്ള സ്റ്റെം സെല്ലുകളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ടോട്ടിപൊട്ടൻറ്റ്, പ്ലൂരിപൊട്ടൻറ്റ് എന്നീ വിഭാഗങ്ങളിലുള്ള സ്റ്റെം സെല്ലുകൾ ഭ്രൂണത്തിൽ നിന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നതിനാൽ അത്തരത്തിൽ സ്റ്റെം സെൽ ശേഖരിക്കുന്നത് നിയമവിരുദ്ധമായിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് 2006 ജാപ്പനീസ് ജൈവശാസ്ത്രജ്ഞനായ ഷിന്യ യമനാഗ തൻ്റെ ലാബിൽ വെച്ച് കൃത്രിമമായി പ്ലൂരിപൊട്ടൻറ്റ് സ്റ്റെം സെല്ലുകൾ നിർമ്മിച്ചത്. ആ കണ്ടെത്തലിന് അദ്ദേഹത്തിന് പിൽക്കാലത്ത് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഇൻഡ്യൂസ്ഡ് പ്ലൂരിപൊട്ടൻറ്റ് സ്റ്റെം സെല്ലുകളുടെ കണ്ടെത്തൽ ഈ ഗവേഷണ മേഖലയിലെ നിർണായകമായ ഒരു നേട്ടമായിരുന്നു. ഇന്ന് ലോകത്ത് പലയിടങ്ങളിലായി നടക്കുന്ന അതിസങ്കീർണമായ അനവധി ഗവേഷണങ്ങൾക്ക് ഇത്തരമൊരു നേട്ടത്തിൻ്റെ പിൻബലമുണ്ട്. ആ എംബ്രിയോണിക് സ്റ്റെം സെൽസ് യൂസ് ചെയ്ത് എല്ലാവിധ സെൽസിനെയും ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഹാർട്ട് സെൽസ്, മസിൽ സെൽസ്, ബ്രെയിൻ സെൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ എംബ്രിയോണിക് സ്റ്റെം സെൽസിന് ഇതുപോലെ നമ്മൾ എല്ലാ സെൽസും ഡെവലപ്പ് ചെയ്യുമ്പോൾ എംബ്രിയോ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്നാൽ അടുത്ത കാലത്തായിട്ട് എംബ്രിയോസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടാതെ തന്നെ സ്റ്റെം സെൽസ് ഡെവലപ്പ് ചെയ്യാമെന്നും ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. അത് വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഏതൊരു സെല്ലും നമുക്ക് എടുത്തിട്ട് 4 ഫാക്ടേഴ്സ്, SOX2, KLF4, നാനോഗ്, OCT4, ഇങ്ങനെ 4 ഫാക്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒരു പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെല്ലാക്കി റീപ്രോഗ്രാം ചെയ്ത് മാറ്റാൻ പറ്റും. അതായത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒരു എംബ്രിയോണിക് സ്റ്റെം സെൽ. സോ ഈ സെല്ലിനെ നമ്മുടെ ഒരു ബോഡി, ഫോർ എക്സാമ്പിൾ സ്കിൻ എടുത്തിട്ട് റീപ്രോഗ്രാം ചെയ്ത് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽ ആക്കിയിട്ട് നമുക്ക് അതിനെ ഏത് ടൈപ്പ് ഓഫ് സെൽസ് ആയിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് കമ്മിങ് അപ്പ് ആസ് എ വെരി ബിഗ് ബ്രേക്ക് ത്രൂ. ബിക്കോസ് റീസെൻ്റ്ലി ഇപ്പം ന്യൂസിലുണ്ടായിരുന്നു, ജപ്പാനിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് ഈ IPSC യൂസ് ചെയ്ത് 4 പേഷ്യൻസിന് അവർ ക്ലിനിക്കൽ ട്രയൽ ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ബിക്കംസ് വെരി പൊട്ടൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി യൂസിങ് ദീസ് സ്റ്റെം സെൽസ്. ഇനി സയൻസിൽ വരാൻ പോകുന്ന വലിയൊരു ചേഞ്ചാണ് അൾഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്. ഇതിനൊന്നും മരുന്നുകളില്ല. ഇന്ന് മോട്ടോർ ന്യൂറോ ഡിസീസ്, MND എന്ന് പറഞ്ഞ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരണമാണ്. സാവധാനം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും തളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ തളർന്ന് അത് ആള് ലാസ്റ്റ് മരിക്കും. അതാണ് മോട്ടോർ ന്യൂറോ ഡിസീസ്. ബട്ട് ഇപ്പോൾ സ്റ്റെം തെറാപ്പി വന്നു കഴിഞ്ഞാൽ ഏത് ന്യൂറോണാണോ, ഏത് നെർവാണോ ഡീജനറേറ്റ് ചെയ്യണത്, നമുക്ക് പുതിയൊരു ന്യൂറോണിനെ, പുതിയൊരു നെർവിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് ദൈവത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ വലിയൊരു ജ്ഞാനമാണ്. അപ്പോൾ ഇനി ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ വരാൻ പോകുന്ന വലിയ ഒരു മാറ്റമാണ് സ്റ്റെം തെറാപ്പി എന്ന് പറയുന്നത്. സമീപകാലങ്ങളിലായി ലോകസമൂഹത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒന്നാണ് ജനനവേളയിൽ തന്നെ
കുഞ്ഞിൻ്റെ സ്റ്റെം സെൽ ശേഖരിച്ചു സൂക്ഷിക്കുന്ന പ്രക്രിയ. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ ഏറെ പ്രശസ്തി നേടിയ ഈ രംഗത്ത് സജീവമായുള്ള സ്ഥാപനങ്ങൾ ഏറെയുണ്ട്. പ്രസവവേളയിൽ അമ്മയിൽ നിന്ന് വേർപെടുത്തുന്ന പൊക്കിൾക്കൊടിയിൽ കാണപ്പെടുന്ന രക്തത്തിൽ നിന്നുമാണ് അത്തരത്തിൽ സ്റ്റെം സെല്ലുകൾ ശേഖരിക്കാൻ കഴിയുക. മൾട്ടിപൊട്ടൻ വിഭാഗത്തിൽപ്പെടുന്ന അത്തരം മൂലകോശങ്ങൾ സ്റ്റെം സെൽ ബാങ്കുകളിൽ ശീതീകരിച്ച് സൂക്ഷിച്ചാൽ പിൽക്കാലത്ത് രക്തസംബന്ധമായോ പ്രതിരോധശേഷി സംബന്ധമായോ രോഗബാധയുണ്ടായാൽ അതിനെ ഫലപ്രദമായി ചികിത്സിക്കുവാൻ കഴിയും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. നമ്മൾ ഈ സ്റ്റെം സെൽസ് എടുക്കുന്നത് ഒരു ഡെലിവറി കഴിയുമ്പോൾ പ്ലാസൻറ്റ ആൻഡ് അംബ്ലിക്കൽ കോഡ് ഈസ് ആക്ച്വലി ഒരു വേസ്റ്റ് ടിഷ്യൂ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് ടിഷ്യൂന്ന് നമുക്ക് ആക്ച്വലി വിത്ത് ദ കൺസേൺ എത്തിക്കൽ കൺസേൺ ഓഫ് ദ മദർ ഓർ ദ പേരൻസ് നമുക്ക് ഈ അംബ്ലിക്കൽ കോഡിൽ നിന്ന് സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ സ്റ്റെം സെൽസ് ആക്ച്വലി നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് ബാങ്ക് ചെയ്യാൻ പറ്റും. നൗ ബാങ്കിങ് ഈസ് എ കോസ്റ്റ്ലി അഫിയർ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് നമ്മൾ ആ ഒരു കുട്ടിയുടെ അംബ്ലിക്കൽ കോഡ് ബ്ലഡ് സ്റ്റെം സെൽ അല്ലെങ്കിൽ പ്ലാസെന്റൽ സ്റ്റെം സെൽസ് എടുത്തിട്ട് നമ്മൾ ലിക്വിഡ് നൈട്രജനിൽ ഫ്രീസ് ചെയ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന് വളരെയധികം കോസ്റ്റ് ഉണ്ടായിരുന്നു, സേ മോർ ദാൻ $1 lakh. സോ നൗ ഇപ്പോൾ കമ്പനീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദർ ഇസ് സംതിങ് കോൾഡ് എ കമ്മ്യൂണിറ്റി സ്റ്റെം സെൽ ബാങ്കിങ്. അപ്പോൾ നമുക്കൊരു കുട്ടിയുടെ വളരെ കുറഞ്ഞ, അതായത് സം കമ്പനീസ് ക്ലെയിം ദാറ്റ് പെർ മന്ത് അറൌണ്ട് ₹1,000 വെച്ച് നമുക്ക് അത് ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബട്ട് ദാറ്റ് ഈസ് ഓപ്പൺ ടു ദ ഫാമിലി ഓർ ദ കമ്മ്യൂണിറ്റി. സോ ആ സ്റ്റെം സെൽസ് ആ കമ്മ്യൂണിറ്റിയിൽ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഒരുപാട് ഒരുപാട് ബാങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് നമ്പർ ഓഫ് സെൽസ് വരുമ്പോൾ നമുക്ക് ടിഷ്യൂ മാച്ച് ചെയ്ത് ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ എടുക്കാൻ പറ്റും. So that becomes a community stem cell bank. So that is having a lot of potential coming up. ഈ നൂതനമായ ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ട് ആരംഭം മുതൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ധാർമ്മിക പ്രശ്നങ്ങളും ചിലതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ചികിത്സയ്ക്കും ഗവേഷണാവശ്യങ്ങൾക്കുമായുള്ള മനുഷ്യഭ്രൂണങ്ങളുടെ ഉപയോഗം. ഗവേഷണാവശ്യങ്ങൾക്കായി ഭ്രൂണങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും IVF ചികിത്സയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യഭ്രൂണങ്ങളിൽ ഉപയോഗിക്കപ്പെടാതെ സൂക്ഷിക്കപ്പെടുന്ന ഭ്രൂണങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത് എന്ന വിശദീകരണമുണ്ട്. എങ്കിലും സഭയുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഇത്തരം ഗവേഷണങ്ങൾ തികച്ചും അധാർമികമാണ്. വലിയ സാധ്യതകൾ മറഞ്ഞിരിക്കുന്ന ഒരു ഗവേഷണ മേഖലയെങ്കിലും മനുഷ്യജീവന്റെ മൂല്യം പരിഗണിച്ചുകൊണ്ട് മുന്നേറുവാൻ സഭ ഉത്ബോധിപ്പിക്കുന്നു. മൂലകോശങ്ങൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളായിട്ട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതാണ് മൂലകോശങ്ങൾ. ഇവിടെയുള്ള ധാർമ്മിക പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ ഈ മൂലകോശം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ മൂലകോശം എടുത്ത് നമ്മൾ വേറൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തന്നെയായ ഏതെങ്കിലും പരീക്ഷണാർത്ഥമോ അതോ അത് ചികിത്സാർത്ഥമോ ഉപയോഗിച്ചാൽ അതിനെ നമുക്ക് അധാർമികമെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ സമഗ്രത നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകാരമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകാരമാണ്. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. അതേ സമയത്ത് ഈ സ്റ്റെം സെല്ല് ഭ്രൂണത്തിൽ നിന്നാണ് എടുക്കുന്നത് എങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരിയേറെ ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. ഭ്രൂണത്തിൽ ഉള്ള ഒരു ദ്രവത്തിൽ നിന്നാണെങ്കിൽ പോലും ഭ്രൂണം നശിപ്പിക്കപ്പെടാതെ ഭ്രൂണം സ്ഥിതി ചെയ്യുന്ന ആ ദ്രവത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ പോലും അത് അധാർമികമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭ്രൂണത്തിൽ നിന്നാണെങ്കിൽ അതിന് ധാർമ്മിക വിഷയങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ ഭ്രൂണം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു. മിക്കവാറും ഇങ്ങനെ സ്റ്റെം സെൽ എടുക്കുന്ന ഭ്രൂണങ്ങൾ IVF വഴി ടെസ്റ്റ് ട്യൂബിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ഭ്രൂണമായിരിക്കുകയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. കുറേയേറെ ഭ്രൂണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ട് അതിൽ നിന്നൊക്കെ സ്റ്റെം സെൽ എടുത്തു കഴിയുമ്പോൾ ഈ ഭ്രൂണങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് ബീജവും അണ്ഡവും സംയോജിക്കുന്ന ആ നിമിഷം മുതൽ തന്നെ അതൊരു മനുഷ്യ ജീവനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭ്രൂണം രൂപപ്പെടുന്ന ആ നിമിഷം മുതൽ തന്നെ അതൊരു മനുഷ്യ ജീവനാണ്. അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റുകയില്ല. എന്ത് വില കൊടുത്തും ആ ഭ്രൂണത്തെ സംരക്ഷിക്കുകയും വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു ധാർമ്മിക കടമയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഭ്രൂണത്തെ നശിപ്പിച്ചിട്ടാണ് ഈ സ്റ്റെം സെൽ എടുക്കുന്നത് എങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമായ ഒരു തിന്മയാണ് ചെയ്യുക. There are a lot of ethical issues concerning stem cell research, especially if you come to India. Foreign countries ഇത് വളരെ റെഗുലേറ്റഡ് ആണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല ഡോക്ടേഴ്സും പല ഹോസ്പിറ്റലിലും മീസെൻകൈമൽ സ്റ്റെം സെൽസ് അങ്ങനെ സ്റ്റെം സെൽസ് എടുത്തിട്ട് പല പേഷ്യൻസിനും ട്രീറ്റ് ചെയ്യാനുള്ള പ്രോമിസസ് കൊടുക്കാറുണ്ട്.
they try out different treatments. So these are actually not very regulated. So now ഇന്ത്യയിൽ നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR-ഉം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയും കൂടി ചേർന്ന് ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ സ്റ്റെം സെൽ റെഗുലേറ്ററി ഡോക്യുമെൻറ്റ്. സോ ദാറ്റ് നമ്മൾ ആര് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഹോസ്പിറ്റലിലോ സ്റ്റെം സെൽ റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ ദോസ് ഗൈഡ് ലൈൻസ്. അതിൽ പറയുന്നുണ്ട് എന്ത് കൈൻഡ് ഓഫ് റിസർച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് എന്ത് കൈൻഡ് ഓഫ് സെൽസ് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റെം സെൽ എത്തിക്കൽ കമ്മിറ്റി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഹോസ്പിറ്റലിലോ അതിൽ പാസ്സാക്കി എപെക്സ് കമ്മിറ്റിയും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിനിക്കൽ സൈഡിൽ ഇന്ത്യയിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ജനറലി നമ്മളൊരു ജനറൽ പോപ്പുലേഷൻ ചോദിക്കുന്നത് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു ഓക്കെ സ്റ്റെം സെൽസ് യൂസ് ചെയ്ത് ഞങ്ങൾക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആക്ച്വലി റോങ് ആൻഡ് അൺഎത്തിക്കൽ ബിക്കോസ് ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ പ്രോപ്പർ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആൻഡ് ക്ലിയറൻസ് ഓഫ് എത്തിക്കൽ ഇഷ്യൂസ് ത്രൂ ഈ കമ്മിറ്റീസ്. കഴിഞ്ഞ ചില വർഷങ്ങളിലായി കൃത്രിമമായി പ്ലൂരിപൊട്ടൻ സ്റ്റെം സെൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതിനാൽ ഭ്രൂണത്തെ നശിപ്പിക്കേണ്ട ആവശ്യം ഇന്നില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള സ്റ്റെം സെല്ലുകൾ അയാളുടെ ശരീരത്തിൽ നിന്ന് തന്നെ ശേഖരിക്കുന്ന കോശങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഈ രീതി ആധുനിക ജൈവ സാങ്കേതിക രംഗത്ത് അനന്ത സാധ്യതകളുടെ വാതിൽ തുറന്നു നൽകിയിരിക്കുന്നു. എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു എംബ്രിയോയെ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് നമ്മൾ ആ എംബ്രിയോണിക് സ്റ്റെം സെൽസ് എടുക്കുന്നത്. പക്ഷേ ദാറ്റ് ഈസ് നമ്മൾ ഇല്ലീഗലായിട്ടല്ല ചെയ്യുന്നത്. IVF ക്ലിനിക്സിൽ സ്പെയർ ഗ്രേഡ് 2 and 3 എംബ്രിയോസ് മാത്രമേ എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ അതും ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് IPS സെൽസ് വന്നു കഴിഞ്ഞപ്പം നമുക്ക് നമ്മുടെ ബോഡി ടിഷ്യൂയിൽ നിന്ന് ഫോർ എക്സാമ്പിൾ സ്കിൻ സെൽസ് ഓർ ഫാറ്റ് സെൽസ് അതിനെ എടുത്തിട്ട് നമുക്ക് ഈ ഫാക്ടേഴ്സ് 4 ഫാക്ടേഴ്സ് കൊടുത്തൊരു IPS ഇൻഡ്യൂസ് പ്ലൂറിപൊട്ടൻ സ്റ്റെം സെൽ ആക്കാൻ പറ്റും. ഈ ഇൻഡ്യൂസ് പ്ലൂറിപൊട്ടൻ സ്റ്റെം സെൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു ഓർ ബെറ്റർ ദാൻ എ എംബ്രിയോണിക് സ്റ്റെം സെൽ ആണ്. ബിക്കോസ് അതൊരു ആ പേഷ്യൻ്റെ സെയിം ബോഡിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ റീപ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഈ സെൽസ് യൂസ് ചെയ്ത് ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് നോ ഇമ്മ്യൂൺ ഇഷ്യൂസ്. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ്. പ്ലസ് ദർ ഇസ് നോ എത്തിക്കൽ ഇഷ്യൂസ്. സോ ഇത് നമുക്ക് ഇതൊരു എത്തിക്കലി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു വലിയൊരു ഡെവലപ്മെൻറ്റാണ്. ബിക്കോസ് യു ഡിസ്ട്രോയ് ആൻ എംബ്രിയോ ആൻഡ് യു ഹാർവെസ്റ്റ് ഓൾ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ സ്റ്റെം സെൽ റിസർച്ച്. മൂലകോശ ഗവേഷണ രംഗത്ത് ശാസ്ത്രം വിഭാവനം ചെയ്യുന്ന അനന്ത സാധ്യതകളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇന്നത്തെ ചികിത്സാരംഗത്ത് നടപ്പാക്കി കഴിഞ്ഞിട്ടുള്ളത്. എണ്ണമറ്റ ഗവേഷണ മേഖലകളിൽ ശാസ്ത്രജ്ഞർ കർമ്മനിരതരാണ്. ഭാവിയിൽ ഇന്ന് മനുഷ്യന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത അനവധി ഗുരുതര ആരോഗ്യ പ്രതിസന്ധികളിൽ ക്രിയാത്മകമായി ഇടപെടുവാൻ സ്റ്റെം സെൽ ഉപയോഗിച്ചുള്ള ചികിത്സകളിലൂടെ കഴിയുമെന്ന് ആഗോള സമൂഹം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സങ്കീർണ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട ചുമതല ഇന്നത്തെ ശാസ്ത്രലോകത്തിനുണ്ട്. റെറ്റിനയുടെ അകത്ത് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ ഇതിന് നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവർ എക്സ്റ്റേണലി ഡിഫറൻഷിയേറ്റ് ചെയ്ത സെൽസ് യൂസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട് റെറ്റിനയ്ക്കകത്ത്. സോ പലതും പ്രോമിസിങ് റിസൾട്ട്സ് കാണുന്നുണ്ട്. പക്ഷേ എഗെയിൻ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡു അത് റീവയർ ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് ഒരു അഡൾട്ട് റെറ്റിന എപ്പോഴും അതിൻ്റെ അകത്തുള്ള ഈ നമ്മൾ കൊടുക്കുന്ന സെൽസിനെ കണക്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് അതെല്ലാം അതിൽ വളരെ കുറവാണ്. സോ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അത് എങ്ങനെ ആ ഒരു റീവയറിംഗ് പ്രോസസ്സ് നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ വെയർ embryonic stem cell have been tried to treat retinal disease. So there are a lot of other, for example, tissue engineering field is coming up very rapidly where artificial bone tissue is being regenerated. You have artificial skin that you can generate to treat burns. So Alzheimer's, Parkinson's, all sort of neurodegenerative disease. So diabetes. And other transplantation is for some of the cancer immunotherapy stem cells are being used. And in India, if you look, one of the places where to some extent stem cells use ചെയ്യുന്നത് നമ്മുടെ CMC വെല്ലൂരിൽ they have for some treatments they have in the patients right now. ബാക്കി പലയിടത്തും it's in the research stage. So it is going to be look forward to a wonderful outcome of it. ആധുനിക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകളിൽ
ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖലയാണ് മൂലകോശ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് എന്നതിൽ സംശയമില്ല. അത്തരം ഗവേഷണങ്ങളുടെ ഭാവിയും അതിലൂടെ വൈദ്യശാസ്ത്രം കൈവരിച്ചേക്കാവുന്ന നേട്ടങ്ങളും പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ജീവനും ജൈവ ഘടകങ്ങളുടെ സ്വാഭാവികതയും തുടങ്ങി ഇന്നോളം മനുഷ്യന്റെ ഇടപെടലുകൾ പരിമിതമായിരുന്ന ചില മേഖലകളിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ഉദ്യമിക്കുന്നതിനാൽ തന്നെ ചില സാഹചര്യങ്ങളിൽ ഇത്തരം ഗവേഷണങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ജീവന്റെ മൂല്യത്തെ വിലമതിച്ചുകൊണ്ടും പൂർണ്ണമായും നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുമുള്ള പക്വമായ ഇടപെടലുകൾ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമല്ല എന്നതാണ് ദൈവശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. മൂലകോശ ഗവേഷണത്തെ സംബന്ധിക്കുന്ന ദൈവശാസ്ത്രപരമായ 3 ഘടകങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉയർത്തി കാണിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് മൂലകോശ ഗവേഷണത്തെ നിഷേധാത്മകമായിട്ട് കാണുന്നവർ ഉന്നയിക്കുന്ന ഒരു വിമർശനമാണ് ഇത്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വഴിയായിട്ട് മനുഷ്യൻ ഒരർത്ഥത്തിൽ ദൈവം കളിക്കുകയാണ് എന്ന്. അതായത് പരിമിതനായ മനുഷ്യൻ അപരിമേയനായ ദൈവത്തിൻ്റെ സ്ഥാനം അവലംബിച്ചുകൊണ്ട് ദൈവമായി തീരുവാൻ വേണ്ടി പരിശ്രമിക്കുകയാ. അത് മനുഷ്യൻ്റെ പരിമിതികളെ ഉല്ലംഘിക്കുന്ന ഒരു നിലപാടാണ്. അതിനാണ് പ്ലേയിങ് ഗോഡ് എന്ന് പറയുന്നത്. ശാസ്ത്ര മത സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഇന്ന് അവരുപയോഗിക്കുന്ന സുപ്രധാനമായ ഒരു ദൈവശാസ്ത്ര രൂപകമാണ് ക്രിയേറ്റഡ് കോ ക്രിയേറ്റർ എന്നുള്ളത്. അത് മനുഷ്യനെ വിശേഷിപ്പിക്കുന്ന പുതിയ ദൈവശാസ്ത്ര രൂപകമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട സഹസൃഷ്ടാവാണ്, നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. തെയ്യാർദ് ഷർദാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പരിണാമം ആത്മബോധം കൈവരിച്ചതിനെയാണ് നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന്. ഇത്തരണത്തിൽ നോക്കുമ്പോൾ മനുഷ്യൻ സാങ്കേതിക വിദ്യ വഴിയായിട്ട് ദൈവം കളിക്കുകയല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ സഹകർമ്മികളായി മാറുകയാണ് എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമതായിട്ട് സ്റ്റ്യൂവർഡ്ഷിപ്പ് എന്ന് പറയും. അതായത് മനുഷ്യൻ സൃഷ്ടിയുടെ ഏതൊരു ജീവരൂപത്തിൻ്റെയും ഏതൊരു ജീവിയുടെയും ശുശ്രൂഷകനാണ് എന്നുള്ളതാണ്. ലോകം സൃഷ്ടിച്ചിട്ട് ആദ്യമേ ദൈവം മനുഷ്യനോട് പറയുന്നത് എന്താണ്? നീ അതിനെ ഷെപ്പേർഡ് ചെയ്യുക, കെയർ ചെയ്യുക. കീഴടക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റായ ബൈബിൾ വിവർത്തനമായിരുന്നുവെന്ന് ഇന്ന് ബൈബിൾ പണ്ഡിതർ നമുക്ക് പറഞ്ഞു തരികയാണ്. അതിനർത്ഥം ജീവൻ്റെ ശുശ്രൂഷകരായിരിക്കുവാനുള്ള ഉത്തരവാദിത്വവും ധർമ്മവും ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സൃഷ്ടിയിലെ അപൂർണതകളും കണ്ണുനീരിനും സഹനത്തിനുമൊക്കെ ഹേതുവായിട്ടുള്ളവയെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കിയെടുക്കുവാനുള്ള നല്ല പരിശ്രമങ്ങൾ ബുദ്ധിയുള്ളവനായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ നിർവഹിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഈ മേഖലയിൽ പ്രസക്തമായിട്ടുള്ള ദൈവശാസ്ത്ര ചിന്തയാണ് മനുഷ്യൻ എന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നുള്ള കാഴ്ചപ്പാട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകം തന്നെ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ അറിവും സ്വാതന്ത്ര്യവുമുള്ളവനായി, അറിവും സ്നേഹവുമുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എത്രയധികമായിട്ട് നമ്മൾ അറിയുന്നുവോ അത്രയും അധികമായിട്ട് നമ്മൾ ദൈവീകരായി മാറുകയാണ് എന്നാണ് ഇതിൻ്റെ വിവക്ഷ. ഇന്ന് അറിവിൻ്റെ വലിയ ഒരു പ്രളയം തന്നെയാണ് ഇന്ന് ശാസ്ത്രമേഖലയിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം ഏറ്റവും അധികം വെളിപ്പെടുത്തുന്ന അവിടുത്തെ വലിയ ഒരു വെളിപാടിൻ്റെ താബോർ ഭൂമി, താബോർ മല എന്ന് വേണമെങ്കിൽ തന്നെ ശാസ്ത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ശാസ്ത്രം പകർന്നു തരുന്ന അറിവുകളിലൂടെ, ശാസ്ത്രത്തിലൂടെ പുതിയ അറിവുകൾ മനുഷ്യനെ പറ്റി നേടുന്നതിലൂടെ നമ്മൾ അധികമായിട്ട് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പങ്കുപറ്റുന്നവരായി തീരുകയാണ് എന്നും ഭാവാത്മകമായിട്ട് ഇത്തരം ഗവേഷണങ്ങളെപ്പറ്റി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ആകയാൽ വളരെ മൗലികമായ ധാർമ്മിക പ്രശ്നങ്ങൾ ഇത്തരം ഗവേഷണ മേഖലയിൽ അന്തർലീനമായിരിക്കുന്നതോടൊപ്പം തന്നെ അവയെപ്പറ്റി ബോധവാന്മാരായിരിക്കുന്നതോടൊപ്പം തന്നെ അത്തരം ഗവേഷണങ്ങളിലൂടെ ഇതൾ വിടരുന്ന ദാർശനികവും ദൈവശാസ്ത്രവുമായ മേഖലകളെപ്പറ്റി കൂടി നമ്മൾ തിരിച്ചറിവുള്ളവരായിരിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുകയാണ്. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള പ്രത്യേകമായ ചില അധികാരങ്ങളുടെ പക്വതയോടെയുള്ള വിനിയോഗവും ഉത്തരവാദിത്തപൂർണമായ ഇടപെടലുകളും ആവശ്യപ്പെടുന്ന
വലിയൊരു പ്രവർത്തന മേഖലയാണ് സ്റ്റെം സെൽ റിസർച്ചും അതുമായി ബന്ധപ്പെട്ട ചികിത്സാ മേഖലകളും. അതേക്കുറിച്ചുള്ള ആഴമേറിയ വിചിന്തനങ്ങൾ ജീവന്റെയും ദൈവസ്ഥാപിതമായ ജൈവ വ്യവസ്ഥിതിയുടെയും മാഹാത്മ്യത്തെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കുന്നു. വിസ്മയജനകമായ ജൈവ സങ്കീർണതകളുടെയും അതുമായി ബന്ധപ്പെട്ട ജൈവ സാങ്കേതിക വിദ്യകളുടെയും രംഗത്തുള്ള നമ്മുടെ വിചിന്തനങ്ങൾ തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745 901960. നാച്ചുറൽ പ്രോസസ് ഓഫ് എവല്യൂഷൻ വർഷങ്ങളോളം കഴിഞ്ഞിട്ട്, ലക്ഷങ്ങളോളം വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യരായി തീർന്നത്. പക്ഷെ ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ കയ്യിൽ തന്നെ ആ എവല്യൂഷനെ കണ്ടിന്യൂ ചെയ്യുവാൻ, റെവല്യൂഷണറി രീതിയിൽ കണ്ടിന്യൂ ചെയ്യുവാനുള്ള രീതിയുണ്ട്, അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് ഇവർ വാദിക്കുന്നത്. എന്നെങ്കിലും തലച്ചോറ് നമുക്ക് പുറത്ത് വളർത്തിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ മനുഷ്യൻ അതിബുദ്ധിമാന്മാരായിട്ട് മാറാം, അപാരമായ കഴിവുകളും ശേഷികളുമുള്ള സൂപ്പർ ഹ്യൂമൻസ് ആയി മാറാം. ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ടാണ് ദാർശനിക ശാസ്ത്രത്തിൻ്റെ കമൻറ്റേറ്റേഴ്സ് പലരും പോസ്റ്റ് ഹ്യൂമൻ അഥവാ ഉത്തര മാനുഷിക മനുഷ്യൻ എന്ന് തുടങ്ങിയ സംജ്ഞകളൊക്കെ ഇന്ന് ഉപയോഗിച്ചു വരുന്നത്.